പബ്ലിക്കായിട്ട് നോക്കിയല്ലോ, ഞാൻ കള്ളം പറയുന്നതിന് 10-48 കേസ് കിടക്കുന്നുണ്ടല്ലോ ഈ ആശ്രയ്ക്ക്. എന്തുകൊണ്ടാണ് ആ ഏതെങ്കിലും കേസിൽ പിടിച്ചിട്ട് അതിൽ ജാമ്യമില്ലാത്ത വാറണ്ട് കൊടുത്തിട്ടുള്ള എത്രയോ കേസുണ്ട്. ഈ സമയത്ത് ഞാനാണെങ്കിലും അയ്യോ ഞാൻ പോയിട്ടില്ലേ, ഞാൻ കൊന്നിട്ടില്ലേ എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ എനിക്ക് രക്ഷപ്പെടേണ്ടി. അവന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോകാൻ പറ്റുമോ? ചിലപ്പോൾ ഞാൻ അടുത്ത ആഴ്ച നോക്കുമ്പോഴേ ചിലപ്പോൾ അടുത്ത ഒരു ട്രെയിൻ കയറി ഞാൻ ചിലപ്പോൾ ഡൽഹിയിലായിരിക്കും ഇരിക്കുന്നത്. ഞാൻ ആഴ്ചയിലൊരിക്കൽ ആ സമയത്തൊക്കെ എന്നെ വിളിക്കുകയുള്ളൂ. പക്ഷേ അമ്മയെ എപ്പോഴും വിളിക്കും. എല്ലാ ദിവസവും വിളിക്കും. എല്ലാ ദിവസവും ഒരു 1-1.5 മണിക്കൂർ വരെ സംസാരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വീട്ടിലോട്ട് വിളിക്കുന്നത്. അപ്പം എനിക്കറിയാം അവനെ സംസാരിക്കേണ്ട സമയം ഇത്ര സമയം, വൈകുന്നേരം രാത്രി ഇത്ര മണി മുതൽ ഇത്ര മണി വരെ അവനോട് സംസാരിക്കും. ആ ഒരു ടൈം കഴിഞ്ഞ ഉടനെ ഞാൻ നേരെ വൈഫിനായിട്ട് വിളിക്കും. അപ്പോൾ ഞാൻ പിന്നെ അവനെ വിളിക്കില്ല. അത് കഴിഞ്ഞിട്ട് അവന് ഭക്ഷണം കഴിക്കാനും മറ്റേ ഇതിനൊക്കെ സമയമുണ്ട്. അവന് പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുന്നു എന്ന് പറഞ്ഞാൽ അവന് ഈ കോഴ്സ് അവന് ഏറ്റവും വലിയ ഭ്രാന്ത് പോലെ ക്രൈസ് പിടിച്ചൊരു കോഴ്സാണ് അവന്. ഇത് അത്രയ്ക്ക് പഠിക്കണമെന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഈ കോഴ്സ് വെറ്റിനറി എന്ന് പറഞ്ഞപ്പോൾ അവനെന്തോ ലോട്ടറി കിട്ടിയ കണക്കിട്ടുള്ള ഒരിതാണ്. അവൻ വിചാരിച്ചാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പഠിത്തം വല്ലതും മതിയാക്കി കളയോ, ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് ഇടപെടും. നമ്മൾ പറയും പഠിക്കണ്ട, അല്ലെങ്കിൽ വേറെ കോഴ്സിന് പോകാം, അല്ലെങ്കിൽ ഈ കോളേജ് മാറി പോകാം. പക്ഷേ അവൻ 2 കാര്യത്തിലാണ് ഭയങ്കര ഇഷ്ടം. ഒന്ന്, ഈ കോളേജ് അവന് ഭയങ്കരമായിട്ട് അവൻ്റെ ക്യാമ്പസ് ഇഷ്ടപ്പെട്ടു. രണ്ടാമത് ഈ കോഴ്സ്. അവന് ഒരു മൃഗത്തിനെ കണ്ടു കഴിഞ്ഞാലും വിടില്ല. അവന് ഒരു പട്ടിക്കുട്ടിയെ കണ്ടാലും ആനയെ കാണുമ്പോഴും കൂടെ നടക്കും. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര കോഴ്സ്. മൃഗത്തോട് കാണിച്ച ഒരു പരിഗണന പോലും കാണിച്ചില്ല. മൃഗം തന്നെയാണ്. തെരുവിൽ കിടക്കുന്ന ഒരു പട്ടിയെ നമ്മൾ ആക്രമിച്ചാൽ തന്നെ ബാക്കി പട്ടികൾ കൂടെ വന്നിട്ട് നമ്മളെ ഓടിക്കും. കാരണം ആ പട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു അംശം പോലും അവിടെയുള്ള പട്ടികൾ അത്രയ്ക്ക് അനുഭവിച്ച് തന്നെയാണ് തീർത്തത്. അത്രയ്ക്ക് അനുഭവിച്ചത് അത്രയ്ക്ക് അനുഭവിച്ച്. ആരും സംസാരിച്ചിട്ടില്ല. സിദ്ധാർത്ഥിൻ്റെ സുഹൃത്തുക്കൾ എങ്ങനെ സംസാരിക്കും? കാരണം സിദ്ധാർത്ഥിൻ്റെ റൂംമേഴ്സും കൂട്ടുകാരും റൂംമേഴ്സ് ആയിട്ടുള്ളവരാണ് കൊന്നിരിക്കുന്നത്. അവരാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്നത്. ഈ റൂമേഴ്സിലുള്ളവർ തന്നെയാണ് കൊന്നിട്ട് ഇപ്പം ജയിലിനകത്ത് കിടക്കുന്നത്. ഇല്ല, അവർ മാത്രമായിട്ടില്ല, ഒരിക്കലും വരുന്നില്ല. അവർ മാത്രമായിട്ട് ചെയ്യില്ല. ചെയ്യുന്നത് അവർ SFI എന്നുള്ള ആ തീവ്രവാദി സംഘടനയാണ് ചെയ്തേക്കുന്നത്. അത് എവർ ചെയ്യാൻ കാര്യം തീവ്രവാദികൾക്ക് കിട്ടുന്ന ഒരു ആദ്യം മുതലേ എനിക്കറിയാം. SFI എന്ന് പറഞ്ഞാൽ അത് കണ്ണിച്ചോരയില്ലാത്ത ഒരു അത് പണ്ടായിരിക്കും ചിലപ്പോൾ. എൻ്റെ അറിവിലൊന്നുമില്ല. പക്ഷെ എൻ്റെ അറിവിലുണ്ട്. ഞാൻ പഠിച്ചിരുന്നത് 95-92 ആ കാലഘട്ടത്തിലാണ് പഠിച്ചത്. ആ സമയമൊന്നും ഒരിക്കലും ആർക്കും കൊല്ലാനുള്ളത് മനസ്സില്ല. അവിടെയൊക്കെ നടക്കുന്നത് ചിലപ്പോൾ ഒരു ഉന്തും തള്ളും ഉണ്ടാവുമായിരിക്കും. ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ അവരൊക്കെ തന്നെയാണ് അടുത്ത ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ക്യാൻറ്റീനകത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കും. SFI, KSU, ABVP അവരൊക്കെ അത്രയ്ക്കുള്ള സൗഹൃദമായിരുന്നു. ഇത് തീവ്രവാദം എന്ന് പറയാൻ കാരണം പറഞ്ഞാൽ തീവ്രവാദികൾക്ക്, മാവോയിസ്റ്റുകൾക്ക് കിട്ടേണ്ട നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങിനാണ് ആ ബോഡിയെ അവർ ചെയ്തിരിക്കുന്നത്. അതായത് ഇന്റേണൽ ഓർഗൻസ് അവർക്ക് അകത്തുള്ള എല്ലാ അവയവവും പുറത്തുനിന്നുള്ള ഒരു രീതിയിലും സംശയം തോന്നാത്ത രീതിയിൽ അവരതിനെ നശിപ്പിച്ച് കളഞ്ഞു. അത് അതിൻ്റെ നട്ടല്ലാണെങ്കിലും വൻകുടല്, ചെറുകുടല്, ഇത് വാരിയല്, ഈ സാധനങ്ങളെല്ലാം പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഒരു കാര്യം മനസ്സിലാവില്ല. ചെറിയ 2-3 പാട് കിടക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിലുള്ള സ്കളിലുള്ള പൊട്ടൽ, അതിൽ അവർക്ക് ചെറിയൊരു പാളിച്ച പറ്റി. അവിടെ കുറച്ച് തലച്ചോറിലല്ല, ബാക്കിൽ തലയോട്ടിയിൽ അവർ അടിച്ചപ്പോഴേ അവിടെ കുറച്ച് പൊട്ടിപ്പോയി. അവിടെ ബ്ലഡ് വന്നിട്ടുണ്ട്. അത് ഇരുമ്പ് പൊടി കൊണ്ട് അടിച്ചത്. ഇരുമ്പ് പൊടി കൊണ്ടാണ് അടിച്ചത്. അവർ സമ്മതിച്ചു. അകത്ത് കിടക്കുന്നവർ സമ്മതിച്ചു. ഇരുമ്പ് പൊടി കൊണ്ടാണ് അടിച്ചത്. തുണിച്ചിറ്റ് ആയിരിക്കും, ചിലപ്പോൾ തുണിച്ചിറ്റ് കാണും. അതുകൊണ്ട് ചിറ്റിട്ട് അവർക്ക് പറ്റിയ ഒരു പാളിച്ചകളാണ്. പിന്നെ വയറിനകത്തെന്ന് പറഞ്ഞാൽ 3 ദിവസം വരെ ഒരു തുള്ളി വെള്ളമില്ല. 3 അത് അവർ പറഞ്ഞു. ഫോണില്ലായിരുന്നു. ഉണ്ടെന്ന് പറയാം. പക്ഷേ ആ ഫോൺ 3 ദിവസം കൺട്രോൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ അക്ഷയ് എന്ന് പറഞ്ഞില്ല, അവൻ്റെ കൂട്ടുകാരനാണ്, ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് അക്ഷയ് എന്ന് പറഞ്ഞാൽ. അവൻ്റെ കയ്യിലായിരുന്നു ഈ 3 ദിവസം ഫോൺ. വിളിക്കുമ്പോൾ ഇങ്ങനെ പറയും, ഫോൺ എടുക്കില്ല. ഈ 16, 17, 18 3 ദിവസം അമ്മ വിളിക്കുമ്പോൾ പകലും രാത്രി ഇവർക്ക് വിളിച്ചു. അതായത് 15-ാം തീയതി എല്ലാവരും റൂമിൽ 15-ാം തീയതി അവ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ തിരിച്ചു വിളിച്ചത്. ഒരു വീഡിയോ അതല്ല, അത് ആ വീഡിയോ അല്ല. അല്ല, എനിക്ക് തോന്നുന്നില്ല അതല്ല ആ വീഡിയോ. അതല്ല. ഞാൻ ആ റൂമിൽ പോയി കണ്ടു. ഇത്രയും വൃത്തികെട്ട ഒരു റൂം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത് വർഷങ്ങളോളം ആ റൂമിൽ പെയിന്റും ചെയ്തിട്ടില്ല. അത് അവിടെ പാൻപരാഗുണ്ട്, ഇതുകൊണ്ട് എല്ലാ സാധനമുണ്ട്. ആ 3 റൂം ഞാൻ കണ്ടു. ഒന്നും പറയുന്നത് ജീവനക്കാർ വാ തുറക്കുന്നില്ല.
ഞാൻ ജീവനക്കാരോട് ചോദിച്ചു, നിങ്ങൾ പറയാൻ പറ്റുന്നില്ല, അവർക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ അവരോട് ചോദിച്ചു, ഇത് ഈ നടുമുറ്റത്തെ വെച്ചല്ലേ നിങ്ങൾ അവനെ തുണിയില്ലാതെ 8 മാസം കൊണ്ട് ടോർച്ചർ ചെയ്തു. ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഇതൊരു അസൂയയിൽ ജലസിയിൽ നിന്ന് വന്നൊരു തീർച്ചയായും. അതായത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന് ജലസിയും, പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ഇവരെ യൂണിയനിലെ പേടിയും. ജലസി എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 3 പോയിട്ട് ഫസ്റ്റ് ഇയർ പോയിട്ട് അവൻ അപ്പോഴേ തന്നെ ആദ്യത്തെ മാസം തന്നെ ക്ലാസ് റെപ്പായി. അവൻ ക്ലാസ് റെപ്പ് ആക്കുവാണ്, നല്ലോണം പഠിക്കും. അപ്പോൾ ക്ലാസ് റെപ്പ് ആവണമെങ്കിൽ അവരതിൻ്റെ പേഴ്സണാലിറ്റി അതിൻ്റെ സ്മാർട്ട്നെസ് നോക്കിയിട്ടാണല്ലോ നമ്മൾ ഒരു ആക്കുന്നത്. അപ്പോൾ ഇവനെ ക്ലാസ് റെപ്പാക്കി ഇവനെല്ലാവരും പിന്താങ്ങി. ആദ്യത്തെ വർഷം യൂണിയൻ ഒന്നും ഇല്ല, ആദ്യത്തെ വർഷം യൂണിയൻ ഇല്ല. അതവിടുത്തെ നിയമം, ആദ്യത്തെ വർഷം യൂണിയൻ വേണ്ട, യൂണിയൻ ഇല്ല, ഒരു ക്ലാസ് റെപ്പ് തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്ത് മാത്രമല്ല ആദ്യത്തെ വർഷം അവിടെ ഹോസ്റ്റലും അവിടെയല്ല, ആ കോമ്പൗണ്ടിലല്ല. ആദ്യത്തെ വർഷം 20 കിലോമീറ്റർ അപ്പുറത്ത് കൽപ്പറ്റയില. അതുകൊണ്ട് കൽപ്പറ്റയില ഹോസ്റ്റൽ, അവിടെ അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. അതുകൊണ്ട് യൂണിയൻകാർക്കും പ്രവേശനമില്ല. പക്ഷേ യൂണിയനിൽ അനുഭവം കാണിക്കണം. അവർ യൂണിയൻകാരെ അനുഭവം കാണിച്ചു തുടങ്ങും. മെമ്പർഷിപ്പൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പകുതി ഈ പാർട്ടിയോട് നീരസം കാണിച്ചെങ്കിലോ കാണിച്ചു കാണും, പാർട്ടിയോട് കാണിച്ചു കാണും. അതായത് അവൻ പകുതി പോയിട്ട് ഫസ്റ്റ് ഇയറിൻ്റെ പകുതി വരെ എത്തിയപ്പോൾ അവന് ബാക്കിയുള്ള ആൾക്കാരുടെയും സീനിയേഴ്സിൽ ഉൾപ്പെടെ അവരെ എല്ലാ ആൾക്കാരെയും അവൻ കയ്യിലെടുത്തു. അവന് പരിപാടി ഓർഗനൈസ് ചെയ്യാനും അല്ലെങ്കിൽ സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും നല്ല കഴിവുണ്ട്. കാലിപ്പറ വീട്ടിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവൻ 8ാം ക്ലാസ് 9ാം ക്ലാസ് കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് തന്നെ ഈ വീട്ടിലുള്ള ഒരു കാര്യം തീരുമാനം എടുക്കണമെങ്കിൽ നമ്മൾ അവനെ കാത്തു നിൽക്കും. അവൻ സ്കൂളിൽ പറഞ്ഞത് ഞാനും വൈഫും അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി തീരുമാനം നമുക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് എന്ത് വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് ആലോചിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാം, വൈഫ് പറയും വെയിറ്റ് ചെയ്യും, അവൻ സ്കൂളിൽ നിന്ന് വരട്ടെ എന്ന് പറയും. അവൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് അവൻ്റെ പറയും അവിടെ നമുക്ക് ഈ കാര്യം ഇങ്ങനെ ഉണ്ടല്ലോ, എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഒരു സെക്കൻഡ് കൊണ്ട് അവൻ പറയും അതിങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇത് മതി. അത് വർഷങ്ങളോളം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനും വൈഫും തമ്മിൽ ഇരുന്ന് കളിയാക്കും. ഇത്രയും നേരം നമ്മളിരുന്ന് കണ്ടുപിടിക്കാതെ സത്യം ഇതുപോലെ കണ്ടിട്ട് നമ്മൾ ഇത്രയും തലകുത്തി നിന്ന് ഇങ്ങനെ ഒരു ഐഡിയ നിനക്ക് തോന്നിയ. അപ്പോൾ ഞാൻ ചോദിക്കും നിനക്ക് തോന്നിയ, അവൾ എന്നോട് ചോദിക്കും നിങ്ങൾക്ക് തോന്നിയ. അതുകൊണ്ട് ആ ഒരു തീരുമാനം നമ്മൾ ഭയങ്കര കൂട്ടാണ്. നമ്മൾ ഇവിടെ ഞാൻ ദുബായിലായിരുന്നു. ഇവിടെ അച്ഛനും മകനും എന്നുള്ളൊരു ബന്ധമൊന്നും നമുക്കില്ല, ഉള്ള കാര്യം പറയാമല്ലോ. അയാൾ ഭയങ്കര കൂട്ടായിരുന്നു. ഇപ്പം അവനെ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞാൽ കാര്യം തുറന്നു പറയുന്ന വിഷയം തെറ്റില്ല. ഞാൻ പറയാം, നമ്മൾ ആരാണെങ്കിലും ദുബായിൽ പോയിട്ട് വരുമ്പോഴും അവിടെ നിന്ന് നമ്മൾ വിദേശത്ത് നിന്ന് മദ്യം കൊണ്ടുവരും. ശരി, വല്ല വരണ സന്തോഷമല്ലേ. അപ്പം നമ്മൾ വരും, ചിലപ്പോൾ ആഴ്ചയിലൊരിക്കോ മറ്റോ കഴിക്കുക. ഞാൻ വീട്ടിൽ ഇരുന്ന് കഴിക്കും. ഞാൻ പുറത്ത് പോയിട്ട് ഇതുവരെയ്ക്കും ഞാൻ മദ്യപിച്ചിട്ടില്ല. അവനാണ് തീരുമാനിക്കുന്നത് എനിക്ക് എത്ര തരണം. അവനടുത്ത് ഞാൻ അവൻ വരുന്നേരം ഞാൻ കാത്തു നിൽക്കും. സത്യം, ഞാൻ കാത്തു നിൽക്കും. ഒരെണ്ണം കൊണ്ടുപോകാൻ ശരി, നിന്ന് ഒരെണ്ണം തരാം അല്ലെങ്കിൽ 2 തരാം, ഇത് മതിയേ. ഇത് കൊണ്ടുപോയിട്ട് അവൻ തന്നെയാണ് കുട്ടിക്കും. നമ്മളനുസരിക്കും. കാര്യം എനിക്കറിയാം, നമ്മളനുസരിച്ച് പറ്റും. അത് ബഹുമാനിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്രയ്ക്കും ബഹുമാനിച്ചിട്ടാണ് അനുസരിച്ചു. അങ്ങനെ ബഹുമാനിച്ചു. അത്രയ്ക്ക് അവൻ്റെ ആ കാലിബർ അതാണ്. അത്രയ്ക്ക് ആ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവ ഒന്ന് മുഖത്ത് നോക്കി ചൂടായി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് തീഷ്ണമുണ്ട് കണ്ണിൽ. അങ്ങനത്തെ ഒരു പ്രത്യേകത ആരെയും മുഖവയ്ക്കില്ല, ഒരുത്തനെയും മുഖവയ്ക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കോളേജിൽ അവൻ പറയണ അല്ലെങ്കിൽ അവനെ വരുതിയിലാക്കാൻ നോക്കിയിട്ട് നടന്നില്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ തീർന്നുകൊണ്ടിരിക്കുമ്പോഴേ ഫസ്റ്റ് ഇയറിന് ലാസ്റ്റ് വരെ അവൻ PG സ്റ്റുഡൻറ്റിൻ്റെ വരെ പെൺകുട്ടികളെ വരെ ഇവൻ കയ്യിലെടുത്തു എന്ന് ഞാൻ അറിഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, 2 പെൺകുട്ടികൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞു, അത് ഇവൻ്റെ സുഹൃത്തുക്കളായിരുന്നോ? അല്ല, സുഹൃത്തെന്ന് പറഞ്ഞത് സുഹൃത്തുക്കൾ ഒരിക്കലും ആവാൻ വഴിയില്ല. അത് കണ്ടെന്ന് പറഞ്ഞത് സീനിയേഴ്സാണ്. 2 സീനിയേഴ്സാണ്. അവർ കണ്ടിരുന്നു പറഞ്ഞില്ല, അവർ ആസ്വദിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ച് അറിയാമെന്ന് പറഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് CBIക്ക് ഞാൻ കൊടുക്കും. ഞാൻ ഇപ്പോൾ നമുക്ക് പേരിപ്പം പറയാൻ പറ്റില്ല, അതുകൊണ്ട് CBI കൊടുക്കും. ഇവൻ കൊല്ലപ്പെടുന്നത് 18-ാം തീയതിയാണ്. 18-ാം തീയതി കൊല്ലപ്പെട്ടിട്ട് SFIക്കാരെല്ലാം കൂടെ ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഒരു പെൺകുട്ടിയെ, ഫസ്റ്റ് ഇയറിലുള്ള പെൺകുട്ടിയെ, ഇവൻ്റെ ക്ലാസ്സിലൊരു പെൺകുട്ടിയെ ഇവർ വിലക്കെടുത്തു. അത് എല്ലാ വർഷവും ഒരു സ്പോൺസേഡ് പെണ്ണുണ്ട്. ഒരു പെണ്ണിനെ അവർ വിലക്കെടുക്കും. ഈ ഫസ്റ്റ് ഇയറിൽ എല്ലാ ബാച്ചിലും അതങ്ങനെയാണ് സംഭവം. ഇവർക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട്, ഇവർക്ക് വേണ്ടി ചതിക്ക് കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണെടുക്കും. അങ്ങനെ എടുത്ത പെണ്ണാണ് ബിൻസി. കാണുന്ന പ്രഷർക്ക് നമുക്ക് എല്ലാവർക്കും തോന്നുന്നൊരു സംശയം. അപ്പം ഞാൻ ഒരാളെ അമിതമായിട്ട് അടിച്ചു, പക്ഷെ എൻ്റെ കയ്യബദ്ധം കൊണ്ട് ചിലപ്പം മരണപ്പെട്ടേക്കാം. ഇപ്പോൾ ആദ്യം കുറെ തല്ലിയാലും എങ്ങനെയായാലും പിന്നെ ഒരു കൊലപാതകത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവർ കൊണ്ട് എത്തിച്ചെന്ന് ചിലപ്പോൾ അത് വിഷയം സോൾവ് ചെയ്യാമോ പാടില്ലേ? പിന്നെ എങ്ങനെയാണ് ഇത് വീണ്ടും കൊല്ലണം എന്നുള്ള ഇത്രയും ദിവസം കൊല്ലണമെന്ന് കൊന്നേ പറ്റുള്ളൂ അവർക്ക്. അത് അത്രയ്ക്കുള്ളത് അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു ജലസിയിലോട്ട് വന്നു കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം
യവൻ അവിടെ വളർത്താൻ വിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ തീർന്നപ്പോൾ തന്നെ ആ കോളേജിൽ 80% കുട്ടികളും പ്രത്യേകിച്ച് സീനിയർ ഉൾപ്പെടെയുള്ള 80% കുട്ടികൾ യവൻ എന്ത് പറയുന്നു അതേ കേൾക്കുള്ളൂ. ഈ നേതാക്കന്മാർ വിട്ടിട്ട് അവിടെയുള്ള സാധാ പ്രവർത്തകർ വരാം, സിദ്ധാർത്ഥൻ എന്ത് പറയുന്നു, പെൺകുട്ടികൾ ഉൾപ്പെടെ അവിടെ എന്ത് തീരുമാനം എടുക്കുന്നത്, സിദ്ധാർത്ഥൻ വരട്ടെ ചോദിക്കാമെന്ന്. അത് യവന്മാർക്ക് ഭയങ്കരമായിട്ടുള്ള പീരിയഡ്. അത് ഒരു പൊളിറ്റിക്സും ഇല്ല. പക്ഷേ ഇവർ പേടിച്ചതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ യൂണിയൻ നേതാക്കന്മാരെല്ലാം പ്രതീക്ഷിച്ച ഒരു കാര്യം, അത് പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞാൽ പേടിച്ചത് ഒരു വർഷം കൂടെ വളർത്താൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവൻ അവിടെ അടുത്തൊരു യൂണിയൻ ഉണ്ടാക്കുമോ, ചിലപ്പോൾ ഒരു KSCയോ ചിലപ്പോൾ ഒരു SFIയോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂണിയൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവൻ എന്തു പറയുന്നു അത് തന്നെ ആൾക്കാർ കേൾക്കുള്ളൂ. ഈ ആർഷയുടെ ഒരു പങ്ക് എത്രമാത്രം ഉണ്ട്? ആർഷയുടെ ഞാൻ 100% വിശ്വസിക്കുന്നു. എനിക്കത് യാതൊരു ഞാൻ കണ്ടു. ആർഷയ്ക്ക് അങ്ങനെയല്ലേ, ആർഷോ വിഷമം കൊണ്ട് പറയാനായിട്ട് എന്തോ വിഷമം കൊണ്ട് നമ്മൾ പറയുന്നത്, നമ്മൾ ക്ഷേത്രത്തിലോ പള്ളിയിലൊക്കെ പോയിട്ടാണ് നമ്മൾ വിഷമം കൊണ്ട് അയ്യപ്പ അല്ലെങ്കിൽ അല്ലാവോ യേശു എന്നൊക്കെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് വിഷമം കൊണ്ട് പോകുന്നത് നമ്മൾ ആ സമയത്തെ വിഷമം കൊണ്ട് വിളിക്കുന്നത്. അപ്പം ഞാൻ വിഷമം കൊണ്ട് ആർഷോ എന്ന് വിളിക്കേണ്ട കാര്യം എൻ്റെ ദൈവമല്ലല്ലോ ആർഷോ, അല്ലെങ്കിൽ എൻ്റെ മച്ചമ്പിയല്ല ആർഷോ. അവര് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ ഈ ആർഷോ ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് സംസാരിക്കുന്നതും അതുപോലെ ആർഷോ ഇന്റർവ്യൂ കൊടുക്കുന്നു, അങ്ങനെ ഒരു ആർഷയാണോ ശരിക്കുള്ള ആർഷോ എന്ന് വിശ്വസിക്കുന്നു? ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല. അവരുടെ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചിട്ട് ഇപ്പം അവരെങ്ങനെ ആയിക്കോട്ടെ, എനിക്കിപ്പോൾ രാഷ്ട്രീയത്തിലോട്ട് അവൻ എങ്ങനെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതിൻ്റെ കാര്യമില്ല, കുഞ്ഞിൻ്റെ കാര്യം. പക്ഷേ എനിക്കറിയാവുന്നുള്ളതെന്ന് ഞാൻ അറിഞ്ഞതും എനിക്ക് അറിയാവുന്നുള്ളതും ഞാൻ പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള, ഞാൻ കേരളത്തിലാണല്ലോ വിശ്വസിക്കുന്നത്. ഇപ്പം തന്നെ പബ്ലിക്കായിട്ട് തന്നെ നോക്കിയല്ലോ, ഞാൻ കള്ളം പറയുന്നതിന് 10-48 കേസ് കിടക്കുന്നുണ്ടല്ലോ ഈ ആർഷയ്ക്ക്. എന്തുകൊണ്ട് അവൻ ഏതെങ്കിലും കേസിൽ പിടിച്ചിട്ട് അതിൽ ജാമ്യമില്ലാത്ത വാറണ്ട് കൊടുത്തിട്ടുള്ള എത്രയോ കേസുണ്ട്, എന്തുകൊണ്ട് പിടിച്ചകത്തേക്ക് കയറ്റുന്നില്ല? സംഘടനാ സംബന്ധമായിട്ട് ഇങ്ങനെ ഒരു വലിയ വിഷയം തുടങ്ങുമ്പോൾ അതിന് തലപ്പത്തിരിക്കുന്നവർ തീർച്ചയായിട്ടും പറയും. എന്തുകൊണ്ട് അറിയുന്നില്ല? ഈ 8 മാസം വരെ നടക്കുന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാതെ പിന്നെ വേറെ അങ്ങനെ പറയാവോ? കാര്യം ഞാനാണെങ്കിലും അങ്ങനെ തന്നെ പറയാം. ഞാൻ അറിഞ്ഞുകൊണ്ട് പിന്നെ രക്ഷപ്പെടും. ഈ സമയത്ത് ഞാനാണെങ്കിലും അയ്യോ ഞാൻ പോയിട്ടില്ലേ, ഞാൻ കൊന്നിട്ടില്ലേ എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ എനിക്ക് രക്ഷപ്പെടണ്ടേ? ഞാനാണെങ്കിലും അങ്ങനെ പറയുള്ളൂ. 8 മാസം വരെ പിന്നെ അവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹർഷ ചേട്ടാ ഇപ്പോൾ 2-3 മാസം മുമ്പ് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഹർഷ ചേട്ടൻ കുട്ടികളുടെ ദൈവമാണ് അത് സംഭവിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ വിഷമം വന്നപ്പോൾ ഹർഷോ എന്ന് വിളിച്ചെന്ന് ഹർഷ പറഞ്ഞത്. എന്നെ വിഷമം ഹർഷം പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ഹർഷ ചേട്ടൻ വന്ന് യൂണിയൻ റൂമിൽ പോയിട്ടുണ്ട്, യൂണിയൻ റൂമിലുണ്ട്. ചിലപ്പോൾ അവിടെ കിടക്കും, ചിലപ്പോൾ മറ്റേ യൂണിയൻ ചെയർമാൻ്റെ റൂമിൽ കിടക്കും, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് പോകും, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വരും. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അത് എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ടല്ലേ പറയുന്നത്. അതുമാത്രമല്ല, കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? 8 മാസം വരെ അവിടുത്തെ യൂണിയൻ്റെ മൃഗാധിപത്യമുള്ള ഒരു യൂണിയനില്ല ആ കോളേജിൽ ഈ ചേട്ടൻ പോയിട്ടില്ല എന്ന് പറയുന്നത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? കേരള പോലീസിനുള്ള റോളൊന്നുമില്ല. കേരള പോലീസ് എന്താ? അയ്യോ അന്ന് കണ്ടില്ലായിരുന്നു നമ്മൾ കഴിഞ്ഞ 2 മാസം ഒരു മാസം മുമ്പ് മോനെ വാടാ എൻ്റെ കൂടെ വാടാന്ന് പറഞ്ഞിട്ട് വിളിച്ചു കരിക്കൂടി എന്തോ കാണിച്ചുകൊണ്ടിരുന്നപ്പോഴേ പോലീസിന്റെ ഒരു ഗതികേടുണ്ട്. CBI വന്നാലും പോലീസ് വന്നാലും പട്ടാളം വന്നാലും ആര് വന്നാലും നമുക്ക് നീതി കിട്ടണം. ഉറപ്പാണ്. ആരോ വരട്ടെ, ആര് വന്നു കഴിഞ്ഞാൽ നമുക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ. ഈ ചേട്ടന്മാരൊക്കെ അകത്ത് പോയാലും പുറത്ത് പോയാലും നമുക്ക് നീതി കിട്ടണം. കൊന്നവന്മാർ ചിലപ്പോൾ ഈ ചേട്ടൻ നിരപരാധി ആയിരിക്കും, ഒരു കുഴപ്പമില്ല. അദ്ദേഹം നിരപരാധി ആണെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ. എനിക്ക് വ്യക്തിപരമായിട്ട് അവരെ തുറുങ്കിലടയ്ക്കണമെന്നോ തൂക്കിക്കയറ്റണമെന്നോ എനിക്കൊന്നുമില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ശരിയെന്ന് പറഞ്ഞ കാര്യം ഞാൻ ആരെയും പേടിക്കില്ല, ആരുടെയും വക്താവല്ല, ഒന്നുമില്ല, ഒരു വക്താവാണ്. അവന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോകാൻ പറ്റുമോ? ചിലപ്പോൾ ഞാൻ അടുത്ത ആഴ്ച നോക്കുമ്പോഴേ ചിലപ്പോൾ ഒരു ട്രെയിൻ കയറി ഞാൻ ചിലപ്പോൾ ഡൽഹിയിലായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ സുപ്രീം കോടതി മുമ്പായിരിക്കും ഇരിക്കണം. ഞാൻ പോകും. കാര്യം എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് എവിടെന്നെങ്കിലും അടുത്തുള്ള ആരെങ്കിലും കൂടെ ഉണ്ടാവും. അടുത്ത ഇടയ്ക്ക് പോകേണ്ടതെന്ന് ഇവിടുന്ന് ട്രെയിൻ കയറി അങ്ങ് പോകും. പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും കടം വാങ്ങി പറ്റിച്ചുകൊണ്ട് പോകും. ഞാൻ ചിലപ്പോൾ ഞാൻ മോട്ടിച്ചുകൊണ്ട് പോകും. ചില അവന് വേണ്ടിയിട്ട് ചിലപ്പോൾ മോഷിച്ചുകൊണ്ടായിരിക്കും പോണത്. ഞാനത് ചെയ്യും. അത് ചെയ്തിട്ട് നീതി എവിടെ കിട്ടുമോ, ആരെയൊക്കെ കാണാൻ പറ്റുമോ, ഏത് രാഷ്ട്രീയക്കാരനെ കാണാൻ പറ്റുമോ. ഇന്ന് പോയിട്ട് ചിലപ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരനെ കാണും, നാളെ പോയിട്ട് ഞാൻ SFI മറ്റേ ABPയുടെ ആൾക്കാർ BJPയുടെ കാണും, മറ്റന്നാൾ പോയിട്ട് ഞാൻ പോകണം മുസ്ലിം ലീഗിൻ്റെ അടുത്തായിരിക്കും പോകുന്നത്. ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഈ ഒരു വിഷയമായിട്ട് VD സതീശനെ പലരെ കണ്ടു, പക്ഷെ അവർ രാഷ്ട്രീയപരമായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. ഒരിക്കലുമില്ല.
ഞാൻ ആ ഒരു കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഞാൻ അവർക്കൊക്കെ രാഷ്ട്രീയമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, രാഷ്ട്രീയക്കാരാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ പോയപ്പോൾ മനുഷ്യത്വം ശരിക്കും ഞാൻ ആ കണ്ണിൽ കണ്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ണിലും, അല്ലെങ്കിൽ ഇവിടെ VM സാറിന് മുരളീധരൻ സാറിൻ്റെ അടുത്ത് പോയപ്പോൾ, രാജീവ് ചന്ദ്ര സാറിൻ്റെ അടുത്ത് പോയി, പ്രകാശ് ജാവദേക്കർ അദ്ദേഹം ഞാൻ കണ്ടില്ല. കണ്ടു കഴിഞ്ഞാൽ അവരെന്നെയും കൊല്ലും, അല്ലെങ്കിൽ ഏതെങ്കിലും റൂമിനകത്തിട്ട് എനിക്ക് ജീവിക്കണം എന്നൊന്നും അതിശയോക്തിയാണോ സംസാരിക്കുന്നത്? പക്ഷേ ഉണ്ടല്ലേ, ഏറ്റവും വലിയ തെളിവാണ് സത്യം. അവൻ തന്നെ ഒരു മാസം ഒരു ചെറുപ്പക്കാരനെ ഇട്ട് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സിനിമ പോലും കാണാൻ പറ്റത്തില്ല. സിനിമ കണ്ടിട്ടുണ്ട്, ആടുജീവിതം പോലുള്ള സിനിമ കണ്ടു. അപ്പം ഇതൊക്കെ സിനിമ വരുമ്പോൾ നമ്മളവർക്ക് ഇതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് ജീവിതം അനുഭവിച്ചൊരു മോൻ തീർത്ത അവസ്ഥയാണ്. ശരിക്കും 8 മാസം എന്ന് പറഞ്ഞത് അത് കണ്ടുപിടിച്ചത് ആൻറ്റി റാഗിങ് സ്ക്വാഡ് കണ്ടുപിടിച്ച് കൊടുത്തൊരു സാധനമാണ്. ഞാൻ ആരോപിച്ച സാധനമല്ല, പോലീസ് ആരോപിച്ചതല്ല. പോലീസ് ആരോപിച്ചാൽ പറയായിരുന്നു പോലീസാണ്, പാർഷ്യാലിറ്റിയാണ്. ഞാൻ പറയും അത് അത് പലപ്പോഴും ഞാൻ എന്ത് പൊളിറ്റിക്സ് കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് അവരടുത്ത് പോയി എന്ത് പൊളിറ്റിക്സ്, ഞാൻ അവരടുത്ത് പോകണം ഇവരടുത്ത് പോകണം. അതാണ് പറഞ്ഞത്. ഞാൻ ഇന്ന് ചിലപ്പം VD സതീഷ് സാറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് ഞാൻ നാളെ പോകുന്നത് ചന്ദ്രശേഖർ സാറിൻ്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ VM സാറിൻ്റെ അടുത്തേക്കായിരിക്കും. മറ്റന്നാൾ പോകുന്നത് ഇപ്പോൾ വേറെ അടുത്തും ലീഗ് സാറിൻ്റെ അടുത്ത്, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പോകും. പുറത്ത് വരാനുള്ള അക്ഷയുണ്ട്, മെയിൻ നമ്പർ 1 കണ്ണിയാണ്. അവനിപ്പോൾ കോളേജിൽ പോയി തുടങ്ങിയെന്ന് പറഞ്ഞ് പോയി തുടങ്ങുന്ന അവനെ കൊലപാതകം കഴിഞ്ഞിട്ട് അവനെ സംരക്ഷിക്കേണ്ട ഇല്ല. അക്ഷയെക്കുറിച്ച് മോശമായിട്ടൊന്നും അക്ഷയെക്കുറിച്ചൊന്നും മാത്രമല്ല ആരെക്കുറിച്ചും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അത് അവൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അവനാരെക്കുറിച്ചും ഇല്ല പങ്കിടാൻ പറ്റാത്ത എനിക്ക് വേറെ സംശയമൊന്നും തോന്നില്ല. അക്ഷയ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. 3 ദിവസം കൊടുത്തിട്ടില്ല, 3 ദിവസം ഒന്നും കൊടുത്തിട്ടില്ല. അതായത് അതാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തടവിനകത്ത് റൂമിനകത്ത് തടവിലിട്ട് പോകാൻ പറ്റുന്നില്ല. അത് അവനാണ് ഈ പറയും പോലെ 3 ദിവസം കഴിഞ്ഞിട്ട് കയറി തൂങ്ങിയെന്ന് പറയുന്നത്. ഒന്നാമത് എഴുതി നിൽക്കാൻ പറ്റില്ല. ഇവിടെയുള്ള ഡോക്ടറാണ് ഏറ്റവും കൂടുതൽ ഡോക്ടറുടെ ലൈനാണ് ഇവിടെ ഉള്ളത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊണ്ടുപോയിട്ട് ഞാനൊരു 15 ഡോക്ടറെ അടുത്തെങ്കിലും കാണിച്ചിട്ടുണ്ട്, സീനിയറായിട്ടുള്ള 15 ഡോക്ടറെ അടുത്ത്. അതിന് ശേഷമാണ് ഞാൻ ഇതിനു വേണ്ടി കൂടുതൽ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. ഞാൻ ഇറങ്ങി കയറിയായിരുന്നു ആ ഡോക്ടറെ അടുത്ത്. സാർ ഡോക്ടർ ഇതൊക്കെ പഠിച്ചിട്ട് എനിക്ക് പഠിക്കാൻ അറിയാം, പക്ഷേ എനിക്ക് കൂടുതൽ അറിയാൻ പറ്റില്ലല്ലോ അത് എന്താ സംഭവിക്കുന്നത്. അവരത് പഠിച്ചിട്ടാണ് പറഞ്ഞത്. ഇത്രയും സംഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യന് തൂങ്ങാൻ പോയിട്ട് എഴുച്ച് നിൽക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ 3 ദിവസം ആഹാരമില്ല. 1 ദിവസം അവരെന്നോട് ചോദിച്ചു, നിനക്ക് 1 ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആഹാരം ഇല്ലാതെ കഴിഞ്ഞിട്ട് നിനക്ക് വൈകുന്നേരം ഒരു 10 അടി നടന്നിട്ട് തിരിച്ചു വരാമെന്ന് ചോദിച്ചു. സത്യം നിങ്ങൾക്ക് പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ അത് നോമ്പെടുക്കേണ്ടത് ചിലപ്പോൾ ഈ നോമ്പ് അതിൻ്റെതായ രീതിയിൽ അവരെ മനസ്സും ശുദ്ധമായിട്ട് എടുക്കുന്നവർക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും. അല്ല നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് ഒരു ചെയ്യണം. അതും 3 ദിവസം വരാം. അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ ഈ രാഷ്ട്രീയ സംബന്ധമായ വിഷയമാണല്ലോ. നമുക്ക് ഈ പൊളിറ്റിക്സ് എന്ന ഏത് പാർട്ടി പ്രത്യേകമായ ഒരു സപ്പോർട്ട്, കാരണം നമുക്ക് മെന്റലി ചേട്ടനെ താങ്ങി നിർത്തുന്ന ഒരു സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ടോ? അല്ല, പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ എന്നെ അതാണ് ഞാൻ പറഞ്ഞത്. ആ രീതിയിൽ എന്നെ ഇതുവരെയ്ക്കും ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല, ആ രീതിയിൽ എന്നോട് സംസാരിച്ചിട്ടുമില്ല. ശരിക്കും പറഞ്ഞാൽ കോളേജിലുള്ള ക്രിമിനലുകൾ അവരെങ്ങനെ പറഞ്ഞു, അതല്ലേ പറഞ്ഞു, അവരെ റൂംമേറ്റ് ആണല്ലോ കൊന്ന് കഴിവേറ്റിയത്. പിന്നെ ബാക്കിയുള്ളവരെന്ത് പറയും? നമുക്ക് എന്താ പറയുക, എവിടെയെങ്കിലും പോയിട്ട് കഴിഞ്ഞിട്ട് ഒരു റൂമിൽ കിടക്കുമ്പോൾ ഏറ്റവും അടുത്തിട്ടുള്ള ആൾക്കാരെ നമ്മൾ റൂമിൽ കയറ്റുള്ളൂ. അതുപോലെ അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരായിരുന്നു അവൻ്റെ റൂംമേറ്റ്സ് ആയിട്ടുള്ള 3 പേര്. ആ കൂടെ നിന്നവന്മാരാണല്ലോ കൊന്ന് കഴിവേറ്റിയത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ അവസ്ഥ എന്ന് പറയാം. ഇതിൻ്റെ പകുതി കൂടുതൽ കാര്യങ്ങളും ഇപ്പം അമ്മയ്ക്ക് അറിയില്ല. അതിൻ്റെ കൂടെ ഉള്ളവർ ഇങ്ങനെ കൊന്നിട്ടുണ്ടെന്നേ അറിയാവൂ. അപ്പോൾ ഇങ്ങനെയുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെതും അതുമായിട്ട് അല്ല ഇതുവരെ കരഞ്ഞിട്ടില്ല. കണ്ണീർ തീരാറില്ല. അതാണ് ഏറ്റവും വലിയ വിഷമം. അതായിരിക്കും അത് തന്നെ ഇഷ്ടം. എങ്ങനെ കരയും? ഇവിടെ വന്നിട്ട് ജയപ്രകാശ്. ഏതായാലും സിദ്ധാർത്ഥിൻ്റെ അച്ഛനോടാണ് സംസാരിച്ചത്. ഇവിടെ എന്താണ് നമുക്ക് പറയേണ്ടത് എന്ന് അദ്ദേഹത്തിനും അറിയില്ല, എനിക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. ഇനി വേറെ ഒന്നുമില്ല. ഇനിയിപ്പം നമ്മുടെ ജനങ്ങളല്ലേ, നമ്മുടെ ആളുകൾ സിദ്ധാർത്ഥിനെ സ്നേഹിക്കേണ്ട, ഒരു മനുഷ്യൻ്റെ അവസ്ഥ, ഒരു ജീവനെ സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികളാണ് പറയേണ്ടത്. ഈ അക്രമ രാഷ്ട്രീയം ഇത് ഇനിയെങ്കിലും തിരിച്ചറിയപ്പെടണം. ഇനി ഇതുപോലൊരു സിദ്ധാർത്ഥ് ഉണ്ടാവരുതെന്നൊക്കെ നമ്മൾ പലപ്പോഴും ഇതുപോലെ ഒരുപാട് കേസുകളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിയമം
നിയമത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം നമ്മുടെ പൊളിറ്റിക്സ്, നമ്മുടെ നാടിൻ്റെ അവസ്ഥ വല്ലാത്ത പരിതാപകരമായ അവസ്ഥയാണ്. പോലീസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? തീർച്ചയായും പോലീസിന് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ വിടുന്നില്ല. അത്ര നല്ല പോലീസുകാരുണ്ടെന്ന് പറഞ്ഞാലും നല്ല പോലീസുകാർ ചീത്തയാവേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്സ്. ഒരുപാട് വിഷമമുണ്ട്. തീർച്ചയായിട്ടും പ്രേക്ഷകർ ഈ വിഷയത്തിൽ മറ്റുള്ളവരിലേക്ക് ഈ സിദ്ധാർത്ഥൻ്റെ വാർത്ത എത്തിക്കണം. ഈ വാർത്ത ചർച്ചയാവണം. നീതി ആവശ്യമാണ്. ഒരു ജീവൻ്റെ വിഷയമാണ്. സിദ്ധാർത്ഥൻ്റെ മാത്രം ആവശ്യമല്ല, ഒരു ജീവൻ്റെ വില ഒന്നുമല്ലാതെ നമ്മുടെ കേരളത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്, നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ. നന്ദി.